പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലെ വീരാണെന്ന്. ഇന്നാലും നിന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉമവിയ രാജവംശത്തിലെ 8ാമത്തെ ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ഉമയ്യദ് അല്ലെങ്കിൽ ഉമവിയ രാജവംശം എന്ന് പറയുന്നത് ഈ റാഷിദൂൻ ഖിലാഫത്ത് കഴിഞ്ഞു വരുന്ന ഖലീഫമാരാണ്. അതായത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഒക്കെ കഴിഞ്ഞു വരുന്ന രാജാക്കന്മാരാണ്. ഇക്കൂട്ടത്തിലെ 8ാമനാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ഇസ്ലാമിക ഭരണം അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ആഡംബരത്തിലും ദൂർത്തടിക്കലിലും ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രാജാക്കന്മാരാണ് ഉമവിയ രാജവംശം. ആ കൂട്ടത്തിലെ 8ാമനാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. പക്ഷെ അദ്ദേഹത്തിന്റെ കഥ വേറെയാണ്. അദ്ദേഹത്തിന്റെ ഭരണരീതി പല നിലക്കും ഉമർ ഇബ്നുൽ ഖത്താബുമായിട്ട് വളരെയധികം സാമ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഉമർ 2ാമൻ എന്ന പേരിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബുമായിട്ട് ഇദ്ദേഹത്തിന് ഉമ്മ വഴിക്ക് ഒരു ബന്ധം ഉണ്ട്. ഈ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് വേഷപ്രശ്നനായിട്ട്, അതായത് വേഷം മാറിയിട്ട് തെരുവിലൂടെ ഇറങ്ങി നടക്കും. ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹം വേഷം മാറി അങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വേഷം മാറി നടക്കുന്ന സമയത്ത് 2 സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിലൊരു സ്ത്രീ, അവരൊരു പാൽ വിൽക്കുന്ന പാൽ കച്ചവടക്കാരി ആയിരുന്നു. അവരോട് മറ്റേ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നാളേക്ക് ആവശ്യമായിട്ടുള്ള വിൽപ്പനക്ക് ആവശ്യമായിട്ടുള്ള പാല് നിന്റെ കയ്യിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഒരിത്തിരി വെള്ളം ചേർക്കുന്നതിൽ തെറ്റില്ല, നിനക്ക് വേണമെങ്കിൽ അതിലൊരിത്തിരി വെള്ളം ചേർക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഈ പാൽക്കാരി സ്ത്രീ പറഞ്ഞു, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്, അദ്ദേഹത്തെ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മറ്റേ സ്ത്രീ പറഞ്ഞു, അതിന് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖലീഫ ഉമർ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ ഇല്ലല്ലോ, അദ്ദേഹം ഇത് അറിയാനൊന്നും പോകുന്നില്ല, നീ ഇത്തിരി വെള്ളം ചേർക്ക്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഈ സ്ത്രീ പറഞ്ഞു, ഒരു പക്ഷേ ഉമർ ഖലീഫ ഇത് അറിയില്ലായിരിക്കും, ഖലീഫ ഉമർ ഇത് അറിയില്ലായിരിക്കും, പക്ഷെ ഖലീഫ ഉമറിന്റെ റബ്ബ് നാഥൻ ഉറപ്പായിട്ടും ഈ കാര്യം അറിയും എന്ന് പറയാണ്. ഉമർ റളിയല്ലാഹുവിന് ഇത് കേട്ടപ്പോൾ വല്ലാത്ത ആശ്ചര്യവും സന്തോഷവും ഒക്കെ തോന്നി. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് തിരിച്ചുപോയി പിറ്റേ ദിവസം ഈ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ വേണ്ടി ഉത്തരവിടുകയാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവര് അവിവാഹിതയായിട്ടുള്ള ഒരു യുവതിയാണ്. അങ്ങനെ പറയപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ആൺമക്കളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ സാലിഹത്തായ സ്ത്രീ ആർക്കെങ്കിലും സ്വീകരിക്കാൻ, കല്യാണം കഴിച്ച് സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആസിം ഇബ്നു ഉമർ ഈ യുവതിയെ സ്വീകരിച്ച് വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ അവർക്കുണ്ടായ മകൾ ലൈല ബിൻതി ആസിം പിന്നീട് അക്കാലത്തെ ഈജിപ്ഷ്യൻ ഗവർണറുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ, ഈജിപ്ഷ്യൻ ഗവർണറായിരുന്നു. അങ്ങനെ ഈ ലൈല അബ്ദുൽ അസീസ് ദമ്പതിമാർക്കുണ്ടായ മകനാണ് ഇന്നത്തെ നമ്മുടെ കഥാപുരുഷൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ജനിക്കുന്നത് AD 680 പരിശുദ്ധ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏതാണ്ട് ഒരു 10-50 വർഷങ്ങൾക്ക് ഉള്ളിലായിട്ട്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ പിതാവ് ഈജിപ്തിലെ ഗവർണറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും ആഡംബരത്തിലും അലങ്കാരത്തിലുമാണ് ജീവിക്കുന്നത്. പറയപ്പെടുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അത്തർ അത് എത്രയോ മൈലുകൾക്കപ്പുറം അദ്ദേഹം പോയി കഴിഞ്ഞാലും അതിന്റെ മണം പരക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് സ്വഹാബാക്കൾ അപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഹിജ്റ 70കളാണ്. അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് ഹിജ്റ 110 മറ്റോ ആണ്. അദ്ദേഹം തന്റെ പഠന ആവശ്യാർത്ഥം കുറെ കാലം മദീനയിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവിടെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സ്വഹാബിമാരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുന്നുമുണ്ട്. ഏതാണ്ട് 8ഓളം സ്വഹാബിമാരുടെ കീഴിൽ അദ്ദേഹം ഇസ്ലാം മതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തില് അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ഉമർ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുത്തനമ്മാവൻ തന്നെയാണ്. അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക്കിനെയാണ്, അതായത് ഉമവിയ ഖലീഫയുടെ മകളെയാണ്. അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സിൽ അദ്ദേഹം മദീനയുടെ ഗവർണറാണ്. ആ സമയത്ത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് ഖലീഫയായിട്ട് ഉണ്ടായിരുന്നത്. അനസ് ബിൻ മാലിക് പറയുന്നുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പുറകിൽ നിന്ന് നമസ്കരിച്ച പോലെ പരിശുദ്ധ പ്രവാചകനുമായിട്ട് അത്രയും സാമ്യമുള്ള മറ്റൊരാളുടെ പിന്നിലും ഞാൻ നിന്ന് നമസ്കരിച്ചിട്ടില്ല എന്ന്. അതായത് അദ്ദേഹം നമസ്കരിക്കുന്നത് പരിശുദ്ധ പ്രവാചകൻ നമസ്കരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയാകുന്നത് അദ്ദേഹത്തിന്റെ 37ാമത്തെ വയസ്സിലാണ്. സാധാരണ ഒരു ഖലീഫ നാട് നീങ്ങിയാൽ അടുത്ത ഖലീഫയാകുന്നത് ഒന്നുകിൽ ആ ഖലീഫയുടെ മകനായിരിക്കും, അല്ലെങ്കിൽ ആ ഖലീഫയുടെ സഹോദരനായിരിക്കും. ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മക്കളാണ്. അതിലൊരു മകൻ മരിച്ചപ്പോഴാണ്
ഖലീഫ ഭരണം ഉമർ ബിൻ അബ്ദുൽ അസീസിൽ വന്ന് ചേരുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇബ്ന് മർവാൻ, ആ കുടുംബം തന്നെയാണ്, പിതൃ സഹോദരന്റെ മകനാണെന്നർത്ഥം. അന്നത്തെ രാജോപദേഷ്ടാക്കളുടെ നിർദ്ദേശപ്രകാരം 7ാമത്തെ ഖലീഫയായിട്ടുള്ള സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അടുത്ത ഖലീഫയായി ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പേര് എഴുതി വച്ചു എന്നാണ് പറയപ്പെടുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് തന്റെ വസിയത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പേര് അടുത്ത ഖലീഫയായിട്ട് എഴുതി വച്ചു എന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ രാജോപദേഷ്ടാക്കള് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പേര് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം രാജപദവി തിരിച്ചു കുടുംബത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. ബുഖാറ മുതൽ സ്പെയിൻ വരെ ഏതാണ്ട് 10-21 രാഷ്ട്രങ്ങള് ആ സമയത്ത് ഉമവിയ ഭരണത്തിന്റെ കീഴിലാണ്. അതിന്റെയൊക്കെ പരമോന്നത നേതാവായിട്ട് ഖലീഫയായിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ നിയമിക്കുന്നത്. രാജപരിവാരങ്ങളും ഭടന്മാരും സൈനികരും ഒട്ടകവും കുതിരയും ഒക്കെ കൂടി ചേർന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വരവ് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതൊക്കെ നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഭരണം നിയന്ത്രിച്ചു കൊള്ളാം എന്നും പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഖലീഫയാവുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെയും രാജഖജനാവിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഗവർണർ ആയിരുന്നു. പിതാവ് വഴി അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെയും അദ്ദേഹം രാജഖജനാവിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് കൂട്ടിച്ചേർത്തു. പിന്നീട് അദ്ദേഹം തീർത്തും ഒരു ദരിദ്രനായിട്ടാണ് ജീവിക്കുന്നത്. സുഫിയാൻ സൗരി ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സുഫിയാൻ സൗരി എന്ന് പറയുന്നത് പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇമാമും ആലിമും ഒക്കെ ആണ്. അദ്ദേഹം പറഞ്ഞു, ഖുലഫാ ഉർ റാഷിദീങ്ങൾ അവര് 4 അല്ല 5 ആണ്. അതിലെ 5ാമനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, ആ പരമ്പരയിലെ 5ാമനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നാണ്. അത്തരത്തിലാണ് അദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നത്. ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടിരുന്നു അത്ര. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു മകൻ മുസ്ലിങ്ങളെ ഭരിക്കും, അവന്റെ തലക്ക് മുകളിൽ ഒരു അടയാളം ഉണ്ടാകും, അവന്റെ ഭരണത്തില് നീതി ന്യായ വ്യവസ്ഥകള് പുനഃസ്ഥാപിക്കപ്പെടും. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഉമവിയാക്കള് ധൂർത്തിന്റെയും ആഡംബരത്തിന്റെയും കാര്യത്തിൽ പ്രസിദ്ധരാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായപ്പോ അദ്ദേഹത്തിന്റെ ഗവർണർമാരെ എല്ലാവരെയും അദ്ദേഹം ഒരു വിരുന്ന് സൽക്കാരത്തിനായിട്ട്, ആഡംബര ഭക്ഷണ സൽക്കാരത്തിനായിട്ട് അദ്ദേഹം വിളിച്ച് വരുത്തുന്നുണ്ട്. എല്ലാവരും എത്തി ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും ഭക്ഷണം എത്തുന്നത് കാണുന്നില്ല. ഇവർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെയായി. കുറെ സമയം കഴിഞ്ഞു. അങ്ങനെ അന്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങള് സർവ്വസാധാരണയായിട്ട് കഴിക്കുന്ന എന്തോ ഒരു ഭക്ഷണം അവർക്ക് താൽക്കാലികം എന്നുള്ള രീതിയിൽ, അതായത് അവർക്ക് വരേണ്ട ആഡംബര ഭക്ഷണം എത്തുന്നതിന് മുമ്പ് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലക്ക് ഇവർക്ക് ഈ സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തു. അവര് വിശന്ന് കുടല് കരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഭക്ഷണം കിട്ടിയപ്പോൾ ഇവർ ആർത്തിയോടെ ഇത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിച്ചു. അങ്ങനെ ഇവരുടെ വിശപ്പടങ്ങി. പിന്നെയും കഴിച്ചു. അങ്ങനെ ഇവരുടെ വയറ് മുഴുവൻ നിറയുന്ന രീതിയിൽ ഇവര് ആ ഭക്ഷണം കഴിച്ച് തീർത്തു. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് മതിയായോ, തൃപ്തിയായോ, വിശപ്പ് മാറിയോ എന്ന് ചോദിക്കുകയാണ്. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഇതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ, വിശപ്പ് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എത്ര ധൂർത്തിലും ആഡംബരത്തിലും ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരുപാട് ആളുകളെ അങ്ങനെ അദ്ദേഹം ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഒരുപാട് ആളുകളുടെ ശമ്പളം അദ്ദേഹം കുറച്ചു പകുതിയാക്കി. ഉമവിയക്കാർ കൊള്ളയടിച്ച് പിടിച്ചെടുത്ത സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ച് കൊടുപ്പിച്ചു. ഉടമസ്ഥരില്ലാത്ത സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം രാജ ഖജനാവിലേക്ക് കൂട്ടിച്ചേർത്തു. തന്റെ സാമ്രാജ്യത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കുന്ന രീതിയിൽ അദ്ദേഹം സക്കാത്ത് പിരിച്ചെടുക്കാനും അത് വിതരണം ചെയ്യാനും ആരംഭിച്ചു. സക്കാത്ത് വിതരണം ചെയ്യാൻ ഇറങ്ങിയവര് ദാനധർമ്മം സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള പാവപ്പെട്ടവരെ ഒന്നും കാണുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തില് ദാരിദ്ര്യം തീർത്തും ഇല്ലാതെയായി. മലമുകളിൽ കൊണ്ടുപോയിട്ട് ധാന്യങ്ങൾ വിതറിയിടാൻ അദ്ദേഹം ആജ്ഞാപിച്ചു എന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് ഒരു പക്ഷിക്കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ആ ഒരു കാലഘട്ടം വരെ അലി ബിൻ അബി താലിബിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുന്ന ഒരു ഏർപ്പാട് ഈ ഉമവിയ രാജാക്കന്മാർക്ക്, ഖലീഫമാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തീർത്തും അത് നിർത്തലാക്കി.
ഉമവിയാക്കാർക്ക് ഭ്രാന്തായി തുടങ്ങി. ഈ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ പിന്നെ അവർക്ക് എന്ത് ജീവിതം? അവർ പറയുമായിരുന്നു അത്രേ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചോരയെ പിടിച്ച് ഖലീഫയാക്കിയാല് ഇതല്ല ഇതിലപ്പുറം കാണേണ്ടി വരും എന്ന്. ഒരിക്കൽ ഒരു തയ്യൽക്കാരൻ 8 ദിർഹത്തിന്റെ ഒരു ഉടുപ്പ് തയ്ച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിനായിട്ട് കൊണ്ടുവരികയാണ്. അദ്ദേഹം അത് സ്വീകരിച്ചു, അത് ഇട്ടു നോക്കി, പറഞ്ഞു ഇത് ഭയങ്കര ആഡംബരമായി പോയി, ഇതൊന്നും കൂടെ സിമ്പിൾ ആക്കാൻ പറ്റുമോ, ഒന്നും കൂടെ വില കുറഞ്ഞതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ തയ്യൽക്കാരൻ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾ മദീനയുടെ ഗവർണർ ആയിരുന്ന സമയത്ത് ഞാനൊരു ഉടുപ്പ് 5000 ദിർഹത്തിന്റെ ഒരു ഉടുപ്പ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് അത് തീരെ കുറഞ്ഞു പോയി, അത് തീരെ മാർദ്ദവമില്ലാത്തതാണ്, ഒന്നും കൂടെ മാർദ്ദവപ്പെടുത്തി കുറച്ചും കൂടെ വില കൂടിയ ഉടുപ്പ് എനിക്ക് കൊണ്ടുതരാൻ പറ്റുമോ എന്നാണ്. ഖലീഫ ആവുന്നതോട് കൂടിയിട്ട് ഭയഭക്തിയുള്ള വളരെ ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരിക്കൽ ഒരാള് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. അവർ തമ്മിൽ ഇങ്ങനെ രാത്രി സംസാരിച്ചിരിക്കുകയാണ്. ഒരുപാട് വൈകിയ നേരാണ്, എല്ലാവരും ഉറങ്ങാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു, അയാളും ഉറക്കത്തിലാണ്. ആ സമയത്ത് അവിടെ കത്തിച്ചു വെച്ചിരുന്ന എണ്ണ വിളക്ക് അണഞ്ഞുപോയി, കെട്ടുപോയി. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, ഞാൻ പരിചാരകനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പറഞ്ഞു, അയാൾ ഉറങ്ങുകയല്ലേ, അയാൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ എണ്ണ നോക്കി എടുത്തിട്ട് വരാം, ഞാൻ കത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അതിഥിയാണ്, നിങ്ങൾ അവിടെ ഇരിക്കുക, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ്. ഈ വന്ന ആള് അത്ഭുതത്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ നോക്കുകയാണ്. കാരണം അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പോയിട്ട് നേരെ എണ്ണ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഈ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോഴും ഇദ്ദേഹം നോക്കി നിൽക്കുകയാണ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഇവിടെ എഴുന്നേറ്റപ്പോഴും ഞാൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തന്നെയാണ്, ഈ വിളക്ക് കത്തിച്ചു വെക്കുമ്പോഴും ഞാൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ആണ്, എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയാണ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ഒരുപാട് കഥകളുണ്ട്. അതാണ് ആ പാട്ടിലൊക്കെ പറയുന്നത്, മുന്തിരി തിന്നാൻ ആഗ്രഹം പറയുന്നതും അതുപോലെയുള്ളതൊക്കെ. അദ്ദേഹം ഖലീഫയായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര ആഭരണങ്ങളുണ്ട് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക്കാണ്, പഴയ രാജാവിന്റെ ഖലീഫയുടെ മകളാണ്. പോരാത്തതിന് 2 സഹോദരങ്ങളും പഴയ ഖലീഫമാരാണ്. ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക്കിന്റെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ട്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് പറഞ്ഞു, ഈ ആഭരണങ്ങളൊക്കെ അത് മുസ്ലിങ്ങളുടെ സ്വത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് നിന്റെ പിതാവ് നിനക്കെടുത്ത് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകിൽ നീ ആ ആഭരണങ്ങളൊക്കെ ബൈത്തുൽ മാലിലേക്ക് തിരിച്ച് നൽകണം, അതല്ലെങ്കിൽ നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക്, എന്നെ ഒഴിവാക്കി നീ നിന്റെ വീട്ടിലേക്ക് പോണം എന്ന് പറയാണ്. ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക് എന്ന് പറയുന്നത് വളരെ ഭയഭക്തിയുള്ള വളരെ ഒരു നല്ല സ്ത്രീയാണ്. അവർ ആ ആഭരണങ്ങളൊക്കെയും ബൈത്തുൽ മാലിലേക്ക് തിരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇവർ വളരെ ഭയഭക്തിയുള്ള, ദൈവത്തെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക്കിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഒരാള് പുറത്ത് നിന്നിട്ട് എന്തോ ഒരു വീട്ടു ജോലി അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഈ ഫാത്തിമ ബിൻതി അബ്ദുൽ മലിക് നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ നേരെ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഈ പണിക്കാരന്റെ കൂടെ ഇങ്ങനെ ഹിജാബ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്, അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഫാത്തിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീനാണ്, എന്റെ ഭർത്താവാണ്, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ആണ്, വിറക് കയറുന്നത് പോലെയുള്ള എന്തോ ഒരു പണി ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷെ ഉമവിയാക്കൾക്ക് അദ്ദേഹം ശത്രുവായിരുന്നു. കാരണം അവരുടെ ദൂർത്തും ആഡംബരങ്ങളും ഒക്കെ അദ്ദേഹം ഖലീഫ ആവുന്നതോടുകൂടിയിട്ട് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അടിമയെ പാട്ടിലാക്കിയിട്ട് അദ്ദേഹത്തിന് വിഷം കൊടുപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് കണ്ടുപിടിച്ചപ്പോ അദ്ദേഹം ആ അടിമയെ വിളിച്ചു വരുത്തി ചോദിച്ചു, എനിക്ക് വിഷം തരാൻ വേണ്ടി നിനക്ക് എത്ര പണം കിട്ടി എന്ന് ചോദിച്ചു. ആ അടിമ പറഞ്ഞു, എനിക്ക് 1000 ദിനാറ് കിട്ടി എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ആ പണം ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാൻ പറയുകയും ആ അടിമയെ മോചിപ്പിച്ചിട്ട് രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ വേണ്ടി പറയുകയും ചെയ്തു എന്നാണ്. അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ ഖലീഫ ഭരണം നീണ്ടു നിൽക്കുന്നത് വെറും 2.5 വർഷം മാത്രമാണ്. ഏതാണ്ട് 2 വർഷവും 4 മാസവും. ആ വിഷം ഏറ്റതിന്റെ ഭാഗമായിട്ട് AD 720 അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സില് സിറിയയിൽ തന്നെ വെച്ച് അദ്ദേഹം വഫാത്താവുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറും ഉള്ളത്. ഖലീഫ ആകുന്നത് വരെ അത്യാഡംബരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പറയപ്പെടുന്നത് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 19 ദിർഹം മാത്രം ആയിരുന്നു എന്നാണ്.